സർക്കാരിൻ്റെ നിലപാടുകളാണ് ശബരിമലയിലെ വിശ്വാസ ആചാര മൂല്യങ്ങളെ ചോദ്യം ചെയ്ത നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഗവൺമെൻറ് ആ സമീപനം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വലിയ വില കൽപ്പിക്കണം, അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന നിലപാട് സ്വീകരിക്കുകയും അതിലെ സമരരംഗത്തേക്ക് വരികയും ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അതിനുവേണ്ടി പദയാത്ര നടത്തി, ജാഥകൾ സംഘടിപ്പിച്ചു, ജനകീയ മുന്നേറ്റങ്ങൾ നടത്തി, സമരങ്ങൾ സംഘടിപ്പിച്ചു. ആ സമരങ്ങളിലെ പലരെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. അത് പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങളാണ്. അവരതിനൊന്നും പരിഹാരമുണ്ടാക്കിയിട്ടില്ല. അതുപോലെ ശബരിമല വിഷയത്തിൽ അവർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറായില്ല. ഇപ്പോൾ അവർ നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. തെറ്റുകൾ അംഗീകരിച്ച് തിരുത്താനാണെങ്കിൽ അതിനുള്ള അവസരമോ സന്നദ്ധതയോ പ്രകടിപ്പിക്കാതെ നടത്തിയ സംഗമത്തോടാണ് കോൺഗ്രസും UDF-ഉം അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. NSSുമായിട്ട് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും നല്ല സൗഹൃദവും സ്നേഹബന്ധങ്ങളുമാണുള്ളത്. അവരുടെ എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ സജീവമായിട്ട് തന്നെ പരിഗണിക്കുന്നു. എല്ലാ കാലത്തും NSSന്റെ നിലപാട് സമദൂര നിലപാടാണല്ലോ, പ്രഖ്യാപിത നിലപാട്. ആ നിലപാടിൽ നിന്നും വ്യത്യാസമുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. സമദൂരമാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, CPM-ന് എപ്പോഴാണ് വിശ്വാസം വന്നിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിക്കുക. ശ്രീ KC വേണുഗോപാൽ എല്ലാ കാലത്തും എല്ലാ വർഷവും ശബരിമലയിൽ ദർശനം നടത്തുന്ന ആളാണ്. ഇരുമുടിക്കെട്ടുമായിട്ട് പോകുന്നവരാണ്. രമേശ് ചെന്നിത്തല, VD സതീശൻ, K മുരളീധരൻ, ഏത് കോൺഗ്രസ് നേതാവിനെ എടുത്താലും അവരെല്ലാം വിശ്വാസികളാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് ഈശ്വര വിശ്വാസമുണ്ടോ, ആരാധന വിശ്വാസമുണ്ടോ? അതാണ് അവർ വ്യക്തമാക്കേണ്ടത്. ആയിഷ പോറ്റി MLA ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ അവരെ സെൻസർ ചെയ്ത പാർട്ടിയാണ് CPM. മത്തായി ചാക്കോ പഴയ MLA മരണപ്പെട്ടല്ലോ. മത്തായി ചാക്കോ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ത്യകുദാശകൾ സ്വീകരിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് താമരശ്ശേരിയിലെ ബിഷപ്പിനെ അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി നികഷ്ടജീവി എന്ന് വിളിച്ചത്. ഇതൊക്കെ തെറ്റാണ്. ദൈവവിശ്വാസം ഉണ്ടെന്ന് CPM സമ്മതിച്ചാൽ അവരുടെ ഈ കാര്യത്തിലെ നിലപാട് കുറെ കൂടി വ്യക്തമാണ്.